കേട്ട് കേട്ട് ഇതാ പിന്നെ പറയുമ്പോ ഉമ്മാക്കൊരു സുഖം കേൾക്കുമ്പോ എനിക്കൊരു സുഖം, അതുകൊണ്ട് പറഞ്ഞോ കേട്ട് സംഭവം ഉള്ളി മുറിച്ചത്. ചർച്ചാ വിഷയം എന്റെ ഉപ്പയാണ് കേട്ടോ. എന്റെ സ്വന്തം ഉപ്പച്ചീനെ കുറിച്ചിട്ടാണ് ഈ കുറ്റം പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. എന്റെ ചെറുപ്പത്തില് ഉമ്മാനെ ഉപ്പ ഉപേക്ഷിച്ച് പോയതാണ് കേട്ടോ. ഇത്രയും കാലയളവില് ഉമ്മ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിച്ചു വിട്ടതും ഒക്കെ. അപ്പോൾ ഈ കഥകളൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഉമ്മാക്ക് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ കേട്ടിരിക്കാനും ഞങ്ങളും റെഡിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും കേൾവിക്കാരിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, വീട്ടിലെല്ലാവരും ഉണ്ട്. എന്തിന് പപ്പു പോലും ഉമ്മാന്റെ കഥകൾ കേട്ടിരിക്കുക കേട്ടോ. ഓരോന്ന് പറഞ്ഞ ഉമ്മാനെ ചൂടാക്കലാണ് മെയിൻ ഹോബി. സത്യം പറഞ്ഞ നിങ്ങൾ ഗ്ലാമർ കണ്ടപ്പോ വീണതല്ലേ? അത് എന്തേലും പറയാണ്ടല്ല. ഒരു കോണയില്ലാത്ത ചങ്ങായി ഫസ്റ്റ് നിങ്ങളെ വന്ന് കല്യാണം ചോദിച്ച്, അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? വാണ്ട, അതിനെ കാണാൻ കോണയില്ലാതെ. ഉപ്പച്ചീന്റെ ഗ്ലാമർ കണ്ടപ്പോ നിങ്ങള് ചാടിക്കേറി ഒന്നും അന്വേഷിക്കാണ്ട് വീട്. അതാ പറ്റിയത്. അതിന്റെ ഇടയിൽ ഞങ്ങൾ കടിയും ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഈവനിങ് സ്നാക്സിനുള്ള ഒരു കടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഥ കേട്ടിരുന്നാ പോരെ, മര്യാദയ്ക്ക് ഇറങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞത് ശരിയാണോ? കഥയും കേട്ടിരുന്ന് നൈസായിട്ട് ചായ കുടിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പേരെന്ന് മാത്രം ചോദിക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചായയോടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ നിർത്താൻ മറക്കല്ലേ.